ഇന്ന് സൺഡേ, ഇന്നത്തെ സ്പെഷ്യലാണ് ബോൺലെസ് ചിക്കൻ. ഇന്ന് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചട്നി കൊണ്ടാണ്. അപ്പോൾ അതിന് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി കുറച്ച് മതി, കോൺഫ്ലോർ, കാശ്മീരി ചില്ലി പൗഡർ, കാരണം നമ്മളുടെ ഗ്രീൻ ചട്നിയിൽ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കൊരിയൻഡർ പൗഡർ. ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരേ. മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് തൈര്, ഉപ്പ്, പച്ചമുളക് ഇട്ടിട്ട് അടിച്ചെടുത്തതാണ് ഈ ഗ്രീൻ ചട്നി. ഇനി ഇത് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈയും കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ധർമ്മപുരിയിലത്തെ ബോൺലെസ് ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സമയമുള്ളവർ 1-2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. സമയമില്ലാത്തവർ അരമണിക്കൂറെങ്കിലും വെക്കണേ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞങ്ങൾ ധർമ്മപുരിക്ക് വന്നതിന് ശേഷം അങ്ങനെ കുറേ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ സ്കൂളും പിന്നെ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവണേൻ്റെ തിരക്കാണ്. പക്ഷേ അടുത്തായിട്ട് തന്നെ ഇവിടുത്തെ ഹോം ടൂർ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് നമ്മൾ കറിയായിട്ടല്ല കേട്ടോ ഉണ്ടാക്കണം, ഇത് ഫ്രൈ ആണ്. അപ്പം ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. നമുക്കിനി ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. രണ്ട് മണിക്കൂറായി നമ്മളിനി ചിക്കനെ പുറത്തെടുക്കാണ്. ഇതാണ് നമ്മളുടെ ചിക്കൻ. ഇനി നമുക്ക് ഗ്യാസ് കൊളുത്താം. എണ്ണ ഒഴിക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് എണ്ണ മതിയേ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൂടാവുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. എണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇടാം. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ചെയ്യണേ. ഒരു സൈഡ് ഇത് ലൈറ്റ് കളറായി ബ്രൗൺ ആയിട്ട്, അപ്പം ഇനി നമുക്കിതൊന്ന് മറച്ചിടാം. ഇത് എല്ലാം നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. ഇത് നമുക്ക് ഇടയിൽ തുറന്നിട്ട് ഒന്ന് ഇളക്കി വിടണേ. ഇതാണ് നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ആയിട്ട് വീണ്ടും തുറന്നിട്ട് സെർവ് ചെയ്യാം. ഇതാ 2 മിനിറ്റായി. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതാ റെഡി ആയിട്ട്. ഇനി നമുക്ക് ഇതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. നാരങ്ങ പിഴയേണ്ടവർക്ക് പിഴിയാം, പക്ഷെ ഞങ്ങൾ പിഴിയില്ല. കാരണം മറ്റേ പച്ച ചട്നിയിൽ തൈര് ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ലഞ്ച് ചോറ്,
ഗീത ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങേൻ്റെ കൂട്ടാൻ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനും.